നഗരസഭയ്ക്കെതിരായ വിശ്വാസ പ്രമേയ നീക്കം പൊളിഞ്ഞതോടെയാണ് കൂത്താട്ടുകുളത്ത് കോൺഗ്രസ് സംഘർഷമുണ്ടാക്കിയതെന്ന് CPIM ഏരിയ സെക്രട്ടറി PB രതീഷ്. കുതിരക്കച്ചവടത്തിന് നേതൃത്വം നൽകിയത് മാത്യു കുഴൽനാടനെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. DCC നേതൃത്വമാണ് ഇത്. അതായത് കൂത്താട്ടുകുളത്തെ കോൺഗ്രസിലെ ഒരു വിഭാഗം, കാരണം ഒരു വിഭാഗത്തിന് താല്പര്യമാണ്. അതായത് മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള വിഭാഗം ഇത് നടപ്പാക്കണം എന്ന സ്റ്റാൻഡ് എടുത്തു. മറ്റൊരു വിഭാഗം അതിൻ്റെ ആവശ്യമില്ല, എത്ര പണം മുടക്കേണ്ടതില്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്തു. എന്നാൽ അതിനെ സമന്വയിപ്പിക്കുന്നത് DCC പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണ്. DCC പ്രസിഡന്റിനും അതിനേക്കാൾ ഉപരി മാത്യു കുഴൽനാടനുമാണ് ഈ പണം സമാഹരിച്ചു കൊടുക്കാൻ നേതൃത്വം കൊടുത്തത്. മാത്യു കുഴൽനാടൻ്റെ ചില വഴിവിട്ട ബന്ധങ്ങളാണ്. അതായത് മാത്യു കുഴൽനാടനാണ് ക്വാറിക്കാരുടെ വക്കീൽ. അപ്പോൾ ആ ബന്ധങ്ങളെല്ലാം ഈ കൂത്താട്ടുകുളത്തും പരിസരത്തുമുള്ള അദ്ദേഹത്തിന് ആ നിലയിൽ ബന്ധമുള്ള ആളുകളെ ഇതിൻ്റെ ധനസമാഹരണത്തിലടക്കം ഉപയോഗിച്ചിട്ടുണ്ട്. ജോസിൽ ചേരുകയാണ് വിവരങ്ങളുമായി. ജോസിൽ, കൂത്താട്ടുകുളത്ത് സംഭവിച്ചത് എന്താണെന്നാണ് CPIM വിശദീകരിക്കുന്നത്? മനു, ഏരിയ സെക്രട്ടറി കുറച്ചു മുമ്പ് വിശദീകരിച്ചതുപോലെ തന്നെ വലിയൊരു കുതിരക്കച്ചവടത്തിൻ്റെ കഥയാണ് CPIM പറയാനുള്ളത്. 25 അംഗ ഭരണസമിതിയാണ് കൂത്താട്ടുകുളം നഗരസഭയിലുള്ളത്. അതിൽ 13 പേരും LDFിൻ്റെതാണ്, 11 പേർ UDFിൻ്റെയും, ഒരാൾ സ്വതന്ത്രനുമാണ്. അതിൽ കലാരാജു എന്ന് പറയുന്ന CPIMൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച കൗൺസിലറെ 3 ദിവസത്തോളം തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചതിന് ശേഷം ആണ് ഈ അവിശ്വാസം പ്രമേയം ചർച്ച ചെയ്യുന്ന ദിവസത്തേക്ക് നഗരസഭയിലേക്ക് എത്തിച്ചത്. അപ്പോൾ CPIMൻ്റെ തീരുമാനം അറിയിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിച്ചേർന്ന നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളെ അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ടാണ് അവിടെ കൂടിയിരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് അതുപോലെ തന്നെ MLA അനൂപ് ജേക്കബ് അടക്കമുള്ള ആളുകൾ നഗരസഭാ ചെയർപേഴ്സണെ അടക്കം ചവിട്ടി വീഴിച്ചിട്ടാണ് അവിടെ സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനമാണ് വനിതാ കൗൺസിലർമാർക്കും CPIMൻ്റെ വനിതാ കൗൺസിലർമാർക്കും നഗരസഭാ അധ്യക്ഷയ്ക്കും എല്ലാം ഏൽക്കേണ്ടി വന്നത്. അതിനുശേഷമാണ് അത്യന്തം നാടകമായ സംഭവങ്ങളെല്ലാം കൂത്താട്ടുകുളത്ത് നടന്നത്. അതിനെ സംബന്ധിച്ചെല്ലാം വ്യക്തമായ മറുപടിയാണ് മാധ്യമപ്രവർത്തകരുടെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഒരു മറുപടികളാണ് ഏരിയ സെക്രട്ടറി നൽകിയത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച കൗൺസിലറെ തങ്ങൾ എന്തിനാണ് തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം എന്നാണ് CPIM ചോദിക്കുന്നത്. കാതലായ ഒരു ചോദ്യമാണ്. 3 ദിവസക്കാലം ഈ അവിശ്വാസ പ്രമേയം വിജയിക്കുന്നതിന് വേണ്ടി ഈ CPIMൻ്റെ മത്സരിച്ച കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച് CPIMൻ്റെ വിപ്പിൻ്റെ കാര്യം പറയുന്നതിന് വേണ്ടി അടുത്തേക്ക് എത്തിയ കൗൺസിലർമാരെ ചവിട്ടി വീഴിച്ചുകൊണ്ട് കോൺഗ്രസ് ആണ് അവിടെ സംഘർഷം ഉണ്ടാക്കിയത്. അതിനുശേഷം ശരി, അത് വ്യക്തമാണ്. CPIM ആണ് കാര്യം വിശദീകരിച്ചത്. കോൺഗ്രസ് ആണ് അവിടെ സംഘർഷം ഉണ്ടാക്കിയത് എന്ന കൃത്യമായ വിശദീകരണമാണ് CPIM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഏരിയ സെക്രട്ടറി അല്പസമയം മുമ്പ് നടത്തിയത്. വിവരങ്ങളാണ് ജോസിൽ കൂത്താട്ടുകുളത്ത് നിന്ന് നമുക്ക് നൽകിയത്.